റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുന്നംകുളത്തുണ്ടായത്. ഇന്ന് രാവിലെ ഏകദേശം 8:15 കൂടിയായിരുന്നു 3 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ ഭൂചലനം ഉണ്ടായത്. മറ്റൊരു കാര്യമായ ആർക്കും പ്രശ്നമോ അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും കുന്നംകുളത്തൊരു വീടിൻ്റെ മേൽക്കൂരയുടെ ഭാഗത്ത് വിള്ളൽ വീഴുന്ന തരത്തിലേക്കൊരു വീടിന് പ്രശ്നമുണ്ടാകുന്നതായി നമ്മൾ അറിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. വീടിൻ്റെ മുകൾ ഭാഗത്ത് ഏകദേശം ജനലിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ഒരു വിള്ളൽ ഈ ഒരു ഭൂചലനത്തിൽ ഉണ്ടായത്. അപ്പോൾ ഇവിടേക്ക് വലിയ രീതിയിൽ ശബ്ദത്തോടു കൂടിയുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. ഒരു വല്ലാത്തൊരു മുഴക്കം വാതിൽ ഞാൻ ചാരിയിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് എന്താണെന്നുള്ളത് അറിയാണ്ട് ഞാൻ വേഗം ആ ഒരു മുഴക്കത്തിൻ്റെ ഇതിൽ ഞാൻ വേഗം പുറത്തേക്ക് കിടന്നു. നമ്മളിങ്ങനെ തിറമ്പി പോവും. അപ്പം ഇനി ഭൂമി കുലുക്കാണോ അത് വേറെ എന്തെങ്കിലും സൗണ്ടാണോ എന്നുള്ളത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെയാണ് ന്യൂസിലൊക്കെ കണ്ടത് കുന്നംകുളത്ത് ഭൂചലനം എന്നുള്ളത്. ഞാൻ അകത്തൊക്കെ പോയി നോക്കുമ്പോഴത്തേനും അതൊക്കെ അടർന്ന് വീണിട്ട് വീടിൻ്റെ ഭിത്തിയൊക്കെ അകത്തടർന്ന് മുകൾ ഭാഗത്താണ് അകന്നു. മുകൾ ഭാഗത്താണ് പ്രശ്നം പറ്റിയാണ്. മുകൾ ഭാഗത്തും റൂമിന്റെ അകത്തൊക്കെ ഭയങ്കരമായിട്ട് വീണ്ടിട്ട് അടർന്നു വീണിട്ടുണ്ട്. ഇതിപ്പോ ചേച്ചി മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ? ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പണിക്ക് പോയി, മക്കള് പഠിക്കാൻ പോയി. ഇതിനെ മോങ്ങണ്ടിട്ട് ഇപ്പോഴും ആ പേടി മാറിയില്ല? ഇപ്പോഴും വിട്ടിട്ടില്ല. കാരണം ഇതും കൂടി കണ്ടപ്പോഴേ അകത്തതൊക്കെ വീണ് കണ്ടപ്പോൾ നമുക്ക് പേടിയായി. ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങുകയാണോ? പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എന്തോ ഒരു ഭയങ്കര മുഴക്കാണ് ഉണ്ടായത്. അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഇതേ ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായത്? പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു. പിന്നെ എല്ലാവർക്കും പിന്നെയാണ് ഇത് ഭൂമി കുലുക്കാണെന്നുള്ളത് മനസ്സിലായത്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്? ഇതുപോലെ ഉണ്ട്, പറയാൻ പറ്റില്ല. കുറച്ച് ഇനിയിപ്പോൾ നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല കാര്യത്തില്. ഇവരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇനിയും ഇതുപോലെ ഉണ്ടാകുമോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ അവർക്ക് ആഗ്രഹമുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ വീടിന് ഈ ഒരു അവസ്ഥ പറ്റി ഇനിയും ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയമുണ്ട്. ഈ ഒരു പ്രദേശത്ത് മുഴുവൻ ഈ രീതിയിലാണ് ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വടക്ക് മാറി 18 കിലോമീറ്റർ മാറിയാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കുന്നംകുളം ഭാഗത്തായിട്ടാണ് ഈ ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്.